ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. സെയിൻറ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ അനീഷാണ് സംസാരിക്കുന്നത്. നമ്മുടെ കോളേജിനെ പറ്റിയിട്ടും സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ ഇവിടെ വന്നപ്പോൾ പലയിടത്തും വിഷൻ, മിഷൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ച് പേർക്കെങ്കിലും അത് വായിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് പേർക്ക് അത് അറിയാമായിരിക്കും ഓൾറെഡി. എങ്കിലും എല്ലാ പാരൻസിലേക്കും അത് എത്തിക്കാമെന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോളേജിൻ്റെ വിഷനും മിഷനും എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഒരു വിഷൻ, എന്താണ് ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. സോ ദ വിഷൻ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസ്ക്രൈബ് ഇറ്റ്സ് ലോങ് ടേം ആസ്പിറേഷൻ ആൻഡ് വാട്ട് ഇറ്റ് ഹോപ്സ് ടു അച്ചീവ് ഇൻ ദ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ആൻ ഇൻസ്പിറേഷണൽ ആൻഡ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, അത് എന്ത് ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആയാലും വിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോങ് ടേം ആസ്പിറേഷനാണ്. കുറേ നാളിന് ശേഷം ഇൻ ഫ്യൂച്ചറിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മിഷൻ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഫൈൻ ദ കറന്റ് പർപ്പസ്, കോർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൗ ഇറ്റ് പ്ലാൻസ് ടു അച്ചീവ് ദ വിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷൻ, ഇൻ ഫ്യൂച്ചറിൽ എന്തായി തീരണം എന്നുള്ള ആ വിഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് എടുക്കണം, എന്ത് പ്ലാൻസ് എടുക്കണം, എന്ത് കറന്റ് പർപ്പസ് ആണ് അതിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ ഡിഫറൻസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിഷനും മിഷനും. ഇൻ പർപ്പസ്, വിഷൻ ഈസ് എ ലോങ് ടേം ഗോൾ ആൻഡ് മിഷൻ ഡിഫൈൻസ് ദ കറന്റ് പർപ്പസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇൻ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷൻ ഈസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ് വൺ ആൻഡ് മിഷൻ വൺ ഈസ് ദ പ്രസന്റ് ഫോക്കസ്ഡ്. In terms of scope, vision is very broad and inspirational, but the mission is very specific and actionable. Compared to the, in terms of focus, vision എന്ന് പറയുന്നത് where the institute is wants to be in future, and mission എന്ന് പറയുന്നത് what the institute does to get there. വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷനിൽ പറയുന്നത്. വിഷനും മിഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്കിനി കോളേജിൻ്റെയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിഷനും മിഷനും എന്താണെന്ന് നോക്കാം. ആദ്യമേ സെയിൻറ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ വിഷൻ എന്താണെന്ന് നോക്കാം. സോ ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ ഓൾ ഓവർ ദ ക്യാമ്പസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സോ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ടു ബിക്കം എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഡൈനാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോസ്റ്ററിംഗ് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ലീഡിംഗ് ടു സസ്റ്റൈനബിൾ ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി while upholding a value system with trust and empowerment at all levels. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് സെയിൻറ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഫ്യൂച്ചറിൽ ഈ കോളേജ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു വിഷനുണ്ട്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു വിഷനുണ്ട്. എന്താണ് വിഷൻ നോക്കാം. ടു ബി എ ക്വാളിറ്റി ഫോക്കസ്ഡ്, ഇന്നോവേറ്റീവ് ആൻഡ് എക്കോ കോൺഷ്യസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡ്രൈവ്സ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആൻഡ് സപ്പോർട്ട് എ സസ്റ്റൈനബിൾ ഗ്ലോബൽ സൊസൈറ്റി. ഓക്കെ, ക്വാളിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, എക്കോ കോൺഷ്യസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റായി മാറുക. ഓക്കെ, ദാറ്റ് ഡ്രൈവ്സ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആൻഡ് സപ്പോർട്ട് എ സസ്റ്റൈനബിൾ ഗ്ലോബൽ സൊസൈറ്റി. ഓക്കെ, ഇനി സെയിൻറ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ മിഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ വിഷൻ ആണ് നോക്കിയത്, ഇനി മിഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫോം ദ അഡൾട്ട്സ് ഇൻടു പ്രൊഫഷണൽ കേപ്പബിൾ ഓഫ് implementing പോസിറ്റീവ് ചേഞ്ചസ് ആൻഡ് inculcate confidence and commitment by ensuring holistic development and create an ecosystem that fosters advances in technology, research and innovation. നമ്മൾ മുമ്പ് പറഞ്ഞ വിഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കറന്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് വിഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സെയിൻറ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ മിഷനാണ്. ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു മിഷനുണ്ട്. സോ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ മിഷൻസ്? Educate the inspired learners to become innovative, ethical, mechanical engineering professionals with strong communication skills, teamwork and leadership quality, and foster a collaborative environment that supports academic research, entrepreneurship and industry engagement. Then promote the technological advancement and sustainable practices for societal benefit. So ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മുടെ വിഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എടുത്തിരിക്കുന്ന സ്റ്റെപ്സ്. ആ കറന്റ് പർപ്പസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റുഡൻസ് പാസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്റ്റുഡൻസ് കുട്ടികൾ പഠിക്കുന്ന
ആ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിനെ ചുരുക്കി നമ്മൾ OBE സിസ്റ്റം എന്ന് പറയും. എന്താണ് ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ള കാര്യം ആസ് എ പാരൻസ് നിങ്ങളും അറിഞ്ഞിരിക്കണം. So outcome based education is an educational framework that focuses on achieving specific learning outcomes rather than just completing a curriculum. ഒരു കരിക്കുലം പഠിച്ച് പാസ്സാകുക എന്നുള്ളത് മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ലേണിംഗ് ഔട്ട്കംസ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്റ്റുഡൻസിന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഇത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഗെയിൻ ദ നെസസറി സ്കിൽസ്, നോളജ് ആൻഡ് കോമ്പറ്റൻസ് ബൈ ദ എൻഡ് ഓഫ് ദിയർ എഡ്യൂക്കേഷൻ. അവസാനം പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് ജസ്റ്റ് കുറേ കാണാതെ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതല്ലാതെ, സോ ദേ നീഡ് ടു ലേൺ ദ നെസസറി സ്കിൽസ്, നോളജ് ആൻഡ് ദ കോമ്പറ്റൻസ് ബൈ ദ എൻഡ് ഓഫ് ദിയർ എഡ്യൂക്കേഷൻ. ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കരിക്കുലം പഠിച്ചോ എന്നുള്ളത് അല്ല ശരിക്കും ഇവിടെ ചെക്ക് ചെയ്യുക, ഒരു ഔട്ട്കം അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ശരിക്കും ചെക്ക് ചെയ്യുന്നത്. ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ നമ്മൾ കുറേ ഔട്ട്കംസ് സെറ്റ് ചെയ്യും. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും ഡിപ്പാർട്ട്മെന്റ് ലെവലിലും കോഴ്സ് ലെവലിലും ഒക്കെ എന്ത് ചെയ്യും, ഔട്ട്കംസ് സെറ്റ് ചെയ്യും. ഈ ഔട്ട്കംസ് സ്റ്റുഡൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ എഡ്യൂക്കേഷനെ വിലയിരുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാണ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, PEOs എന്ന് പറയും. PEOs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് കുറച്ച് നാളിന് ശേഷം അച്ചീവ് ചെയ്യേണ്ട ഔട്ട്കംസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ്, അതിനെയാണ് നമ്മൾ പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ലോങ് ടൈം ഗോൾ ഡിസ്ക്രൈബിംഗ് ദ ഗ്രാജുവേറ്റ്സ് എക്സ്പെക്റ്റഡ് ടു അച്ചീവ്മെന്റ്സ് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്. ഓക്കെ, നമ്മൾ വിഷൻ പറഞ്ഞതുപോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, PEOs എന്ന് പറയുന്നത്. പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് ആർ ദെയർ, PSOs. സോ ദോസ് ആർ ദ പ്രിസൈസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ്, knowledge and competencies that graduate of particular academic program should acquire by the time of their completed study. So പഠിച്ചിറങ്ങുമ്പോൾ ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നതാണിത് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം. എന്തൊക്കെ സ്കില്ല് ആ സ്റ്റുഡൻറ്റ് നേടിയിരിക്കണം, എന്തൊക്കെ നോളജ് അക്വയർ ചെയ്തിരിക്കണം. ഓക്കെ, സോ അത് ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത്. ദെൻ കോഴ്സ് ലേണിംഗ് ഔട്ട്കം ഈസ് ദെയർ, ദാറ്റ് ഈസ് COs ആർ ദെയർ, അല്ലെങ്കിൽ CLOs എന്ന് നമ്മൾ പറയും. ഓരോ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. സോ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സ്കില്ലാണ് ആ സ്റ്റുഡൻറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കോഴ്സ് ഔട്ട്കമ്മിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ലോവർ ലെവൽ ടു അപ്പർ ലെവലാണ്. ഏറ്റവും മുകളിലത്തെ ലെവലിൽ വരുന്നതാണ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, PEOs. ഇറ്റ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് വൺ. ആൻഡ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം അതൊരു പർട്ടിക്കുലർ പ്രോഗ്രാം 4 ഇയറിൻ്റെ കോഴ്സ് കഴിയുമ്പോഴുള്ളതാണ്. കോഴ്സ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഓരോ കോഴ്സ് കഴിയുമ്പോഴും, ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ആ കുട്ടി ലേൺ ചെയ്യേണ്ടതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെയിൻറ്റ് കിറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന PEOs എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആണ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് അപ്ലൈ ദ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് മോഡേൺ ടൂൾസ് ടു സോൾവ് ദ കോംപ്ലക്സ് മെക്കാനിക്കൽ പ്രോബ്ലംസ്. ഇൻ ഫ്യൂച്ചറിൽ കോംപ്ലക്സ് മെക്കാനിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മോഡേൺ ടൂൾസ് യൂസ് ചെയ്ത് അതെങ്ങനെ സോൾവ് ചെയ്യാം, ആ ഒരു എബിലിറ്റിക്കാണ് PEO1 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദ സെക്കൻഡ് വൺ PEO2, ടെക്നിക്കൽ എക്സലൻസ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് വൈൽ എംബ്രാസിംഗ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. ഓക്കെ, ടെക്നിക്കലായിട്ട് എക്സൽ ആകുക, ലൈഫ് ലോങ് ആയിട്ട് ലേൺ ചെയ്യുക. ആൻഡ് PEO3 എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആണ്. ഒരു സ്റ്റുഡൻറ്റിന് ടെക്നിക്കലായിട്ട് ബ്രില്യൻ്റ് ആയിരിക്കാം, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ഉണ്ടാകാം, ബട്ട് അതൊന്നും കൂടാതെ വേണ്ട ഒരു കാര്യം കൊണ്ടാണ് എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ. ആ സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങി കുറച്ചു കാലത്തിന് ശേഷം പ്രൊഫഷണലി എത്തിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം, സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. സോ ഇൻ്റഗ്രേറ്റ് സോഷ്യൽ, എത്തിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻ ഇൻ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ദാറ്റ് ഈസ് PEO3. PEO4 എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആൻഡ് കൊളാബറേഷൻ ആണ്. സോ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങി കുറച്ചു കാലത്തിന് ശേഷം ഹി ഷുഡ് ബി ഇൻ എ ഗുഡ് പൊസിഷൻ, ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പൊസിഷനിൽ എത്തിച്ചേരണം. സോ ലീഡർഷിപ്പ് ആൻഡ് കൊളാബറേഷൻ ആണ് ദ ഫോർത്ത് വൺ. ഡെവലപ്പ് ലീഡർഷിപ്പ്, ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ദ എഫക്റ്റീവ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് ദ PEO4. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീൻസ് PSOs. സോ നമ്മൾ നേരത്തെ പറഞ്ഞ PEOs ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ PSO എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോൾ സ്റ്റുഡൻസിന് അച്ചീവ് ചെയ്യേണ്ട ഔട്ട്കംസ് ആണ്.
സോ ഒന്നാമത്തെ PSO ആണ് ഡെവലപ്പ് ക്രിട്ടിക്കൽ അനാലിസിസ് സ്കിൽസ് ഫോർ ദ ആപ്ലിക്കേഷൻ ഇൻ ബ്രോഡർ ഏരിയാസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോട്ട് ലിമിറ്റഡ് ടു ഡിസൈൻ തെർമൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. സോ നോർമലി ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഡിഫറെൻറ്റ് സ്ട്രീംസ് ആണ് ഈ ഡിസൈൻ, തെർമൽ, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എന്നൊക്കെ പറയുന്നത്. ഇത് കൂടാതെ ഒരു ബ്രോഡർ ഏരിയ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതൊരു ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിലും ആ ക്രിട്ടിക്കൽ അനാലിസിസ് സ്കിൽ ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ബ്രോഡർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് PSO 1. സോ PSO 2 എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റ് അഡ്വാൻസ്ഡ് മെക്കാനിക്കൽ സിസ്റ്റം യൂസിങ് മോഡേൺ എഞ്ചിനീയറിംഗ് ടൂൾസ് ത്രൂ അഡാപ്റ്റീവ് ഇൻഡസ്ട്രി ഓറിയന്റഡ് ലേണിംഗ്. നമുക്ക് മോഡേൺ എഞ്ചിനീയറിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മെക്കാനിക്കൽ സിസ്റ്റംസിന്റെ ഡിസൈനും ഇംപ്ലിമെന്റേഷനും നടത്തുക. നമുക്ക് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ് വേണം. സോ ഇതാണ് PSO 2 സെറ്റ് ചെയ്തിരിക്കുന്നത്. PSO 3 വരുവാണെങ്കിൽ എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അപ്ലൈ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ മൾട്ടി ഡിസിപ്ലിനറി ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. സോ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എൻഗേജ് ചെയ്യുക ആൻഡ് അപ്ലൈ ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ മൾട്ടി ഡിസിപ്ലിനറി ഡിസൈൻ. സോ മൾട്ടി ഡിസിപ്ലിനറി മീൻസ് സോ ഒരു ബ്രാഞ്ചിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് PSO 3. ഇങ്ങനെ 3 പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് ആണ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഓൾ.